വർഷത്തിൽ 365 ദിവസവും ഈ വർക്ക് സ്ട്രെസ്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ചുമലിലേറ്റി നടക്കുമ്പോൾ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ. അവസാനമായി നിങ്ങളെല്ലാവരും എന്നാണ് ഉള്ളു തുറന്നൊന്ന് ചിരിച്ചത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സോ അധികം ആലോചിക്കാണ്ട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഇതിന് ഉത്തരം പറയാം. ബിക്കോസ് ഓൺ സ്റ്റേജ് അടുത്തതായി വരാൻ പോകുന്നത് ഗോകുലം ഓപ്പറേഷൻസ് ടീം GG എന്ന് വരുന്ന ഗോകുലം SCMC എന്ന് വരുന്ന ഗോകുലം ഓപ്പറേഷൻസ് ടീം. ഐ ഇൻവൈറ്റ് them to have a beautiful skit. സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹ്രസ്വനാടകം ഉണ്ട എവിടെ. ദുഷ്യന്തനെയും ശകുന്തളയെയും മറ്റും അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നും 21ാം നൂറ്റാണ്ടിലേക്ക് പറിച്ചു നടാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഇവർക്കൊപ്പം നമ്മുടെ ആവേശത്തിലെ അമ്പാൻ കൂടി ചേർന്നാലോ? ശകുന്തളയും തോഴിമാരായ അനസൂയയും പ്രിയംവതയും ദുഷ്യന്തനും ഉലാത്തുന്ന കണ്വാശ്രമത്തിലെ പൂങ്കാവനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. ദുഷ്യന, എനിക്കൊരു മാനിനെ പിടിച്ചു തരുവോ? നിസ്സാരം. നിനക്ക് നല്ല പുള്ളിയുള്ള മാനിനെ ഞാൻ കൊണ്ടുതരും. നീ പോയി നീരാടി വരുമ്പോഴേക്കും മാനുമായി ഞാനും വരാം. അമ്പാൻ, നീ എന്താ ഇവിടെ പാരലൽ ലൈൻ വലിക്കുകയാണോ? വാ, നമുക്ക് മാൻപിടുത്തത്തിന് പോകാം. ദുഷ്യണ്ണ! എന്റെ ശകുവിന്റെ നിലവിളി ശബ്ദമല്ലേ ആ കേട്ടത്? എന്തു പറ്റി ശകു? കാലിലൊരു വണ്ട് കടിച്ചിരിപ്പുണ്ട്. അമ്പാൻ, തോക്കെവിടെ? എന്റെ അമ്മച്ചേ, ഇത് തന്നെ ഈ കാണിച്ചേ. കണക്കിന് വണ്ടി ചെവിയിൽ എങ്ങാനുമാണ് കേറിയിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടിയിൽ എടുക്കേണ്ടി വന്നേനെ. നമ്മൾ എന്ത് ചെയ്യും അമ്പാനെ? അന്ന് പ്രശ്നിക്കണ്ട, എല്ലാവിധ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിലല്ലേ തൊട്ടടുത്തുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, അതെ, ഇത് കാഷ്വാലിറ്റി ആണ്. ശകുന്തളയെ വെടിയേറ്റ് കൊണ്ടുവരുന്നെന്നോ? ആ, ശരി ശരി. ഡോക്ടർ, ഡോക്ടർ! എന്താ? ഇഞ്ചക്ഷൻ പാൻറ്റോ 40 mg IV സ്റ്റാർട്ട്. ശകുന്തള വരുന്നുണ്ട്, വെടിയേറ്റ്. സിസ്റ്റർ, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കൂ. അതിരിക്കട്ടെ, ഈ വെടിയേറ്റ ശകുന്തള ആനയാണോ പന്നിയാണോ? അയ്യോ സാർ, കന്യകയാണ്. എവിടെ പോന്നു? നീ അവിടെ ഇരുന്നാ മതി, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. സിസ്റ്ററെ, ഈ ഓക്സിജൻ ഇത്തിരി കൂടെ തരുമോ? സിസ്റ്ററെ, ഒരു സംശയം. ഇത് ഞാൻ വലിച്ച് എന്റെ ഓക്സിജൻ കൂടി അങ്ങ് എടുക്കുവോ? മണ്ടത്തരാ അമ്മച്ചി പറയുന്നത്. ശകുന്തളയെ കൊണ്ടുവരാറായി, അപ്പോഴാ ഓരോ മണ്ടൻ ചോദ്യങ്ങള്. ശകുന്തള വരുന്നെന്നാ? ആഹാ, ഉണ്ടെങ്കിൽ അവിടെ കിട മനുഷ്യ. എന്താ? ആ അമ്മാവൻ ഒരു ഏമ്പക്കം വിട്ടതാണ്. അങ്ങേരെ വിളി. ശകുന്തള വരുമ്പോ പേടിപ്പിക്കില്ലെന്ന് പറയാനോ? വല്ല ഇന്ത്യൻ ഓയിലിലോ ഭാരത് പെട്രോളിയത്തിലോ ഒരു അപേക്ഷ കൊടുക്കാമായിരുന്നില്ലേ? അല്ല, ഗൾഫിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാൻ കുഴലൊന്നും വേണ്ടി വരില്ലായിരുന്നു. പുള്ളി എന്താ ഉച്ചക്ക് കഴിച്ചത്? ഓ, പുള്ളിക്കാരൻ ഒന്നും കഴിക്കൂല സാറേ. ഇന്നിപ്പോ കുറച്ച് ചക്കക്കുരു പുഴുങ്ങിയതും കിഴങ്ങ് കറിയും സാമ്പാറും മാത്രമേ കഴിച്ചോളൂ. എനിക്ക് തെറ്റിപ്പോയി. ഭാരത് പെട്രോളിയത്തിലല്ല, ISROയിലാണ് അപേക്ഷിക്കേണ്ടിയിരുന്നത്. ഒരു റോക്കറ്റ് ഒക്കെ ചുമ്മാ കേറി പോകില്ലേ? അതിനും മാത്രം ഇന്ധനമല്ലേ ഇതിനകത്ത്. സിസ്റ്ററെ വിളിച്ചുകൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്ക്. ശകുന്തള വരുമ്പോൾ എനിക്ക് ഒരു ഡിസ്റ്റർബൻസും പാടില്ല.
അമ്പാനെ ശ്രദ്ധിച്ചോണേ. ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. പോയിക്കളാണ്. അപ്പാപ്പനല്ലേ കുറച്ചു മുമ്പ് ഓക്സിജൻ പോരാന്ന് പറഞ്ഞത്? അമ്മച്ചി വിളിച്ചോണ്ട് പോ. ഡാ മോനെ, ഇതാണ് രോഗി. അയ്യോ ഡോക്ടറെ അങ്ങനെയൊന്നും വിളിച്ചൂടാ. സിസ്റ്ററെ, ഇതാണല്ലോ എന്റെ ഏറ്റവും ഡീസന്റ് വിളി. ഉണ്ടെവിടെയെന്നറിയാൻ വേണ്ടി എക്സ്റേ എടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എക്സ്റേ കൊണ്ട് എന്തിന് ശകുവിനെ എടുപ്പിക്കണം? അല്ലണ്ണ, എക്സ്റേ എന്ന് പറഞ്ഞ ഫിലിമാണ്. എന്നാ പോയി എടുത്തിട്ട് വരി. ഒരു പോലീസുകാരൻ തെളിവെടുപ്പിനായി വന്നിട്ടുണ്ട്. ഞാൻ ഉൽപ്പലാക്ഷൻ, കണ്ണൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. അവിടെ നടന്നൊരു വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. ദേ ഇവന്മാരാണ് പ്രതികൾ. ഏമാനെ, ഒരു കൈപ്പിഴ പറ്റിയതാണ്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ബൈ ദ ബൈ, ഈ തോക്കിൽ എത്ര ഉണ്ടുണ്ട്? അമ്പാൻ പറഞ്ഞോട്. പോലീസമാനെ കണ്ടുപിടിച്ച്. ഈ 5 ഉണ്ടയും ശവകന്റെ കാലിലെ ഉണ്ടയും ചേർത്ത് 6 ഉണ്ട. നീ ആരോടായി പറയുന്നത്? ആട് കിടന്നിടത്ത് ഇപ്പൊ പൂട മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നോടല്ലേ പറഞ്ഞത് കസേര നിന്ന് എണ്ണീക്കരുത്. ശകുന്തളയുടെ ദേഹത്ത് വീണ്ടും മുണ്ട കയറിയാലോ എന്ന് വിചാരിച്ച് ഞാൻ രക്ഷാകവചം തീർത്തതാണ്. ആ കവചം തീർക്കാൻ ഞാനുണ്ട് ഇവിടെ. പോയിക്കാണ്. സാറേ, എന്റെ ഗ്യാസ് പോയി, ഞാൻ പൊയ്ക്കോട്ടെ? പറഞ്ഞോട്. ഈ വേട്ടാവളിയൻ ഇതെങ്ങനെ പറഞ്ഞു? ഇത്ര പ്രമാദമായ ഒരു കേസ് വന്നിട്ട് എന്നെ എന്തുകൊണ്ട് നേരത്തെ വിളിച്ചില്ല? ഉണ്ട കാലിലാണ് കൊണ്ടത്. സീരിയസ് അല്ല. സീരിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. നീ പോയി അവിടെ ഇരിക്കണം. നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ? പഞ്ചാരയുണ്ടോ? ഇതോ ആ ഇരിക്കുന്ന 2 പേർക്കും ആവോളുണ്ട്. ഇവിടുത്തെ കാര്യം അറിഞ്ഞൂടാ. ഉണ്ട കാലിൽ തറച്ചിരിക്കുകയാണ്. ഒരു ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വരും. സാറേ, ഓപ്പറേഷൻ വേണോ? എനിമ പോരെ? അതിന് ഉണ്ട കുടലിലല്ലല്ലോ, കാലിലല്ലേ തറച്ചിരിക്കുന്നത്. വരൂ, നമുക്ക് PAC കാണാൻ പോവാം. അത് ഏത് സാറ്? അയ്യോ സാറല്ല, മാഡം. HPPC, TC, DC, PLC, PT, Rapid, BT, CT, Uric, Sodium, Potassium, XH, CCG, ECHO, Urine, OTPT ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ? പലചരക്കട നിൽക്കുന്ന പോലെ തോന്നി. ഇതെല്ലാം എത്ര ഗ്രാം ചെയ്താൽ വേണം? അണ്ണാൻ വീണ്ടും ജ്യൂസ് കട തുടങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. See, Mr. Dushyant, we can do this procedure under general anesthesia or spinal anesthesia or local anesthesia. Which one do you prefer? അമ്പാനെ, അയ്യോ, എനിക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അണ്ണ 1ാം ക്ലാസ്സിൽ 4th ഇയർ, ഞാൻ 2nd ഇയർ ആയിരുന്നപ്പോഴല്ലേ നമ്മൾ സ്കൂൾ വിട്ടിറങ്ങിയത്. നിങ്ങൾ എന്നാ വേണമെങ്കിലും ചെയ്തോ, ഒന്ന് എടുത്തു തന്നാ മതി. പക്ഷെ ശകുന ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടുമ്പോ ഞാൻ കൂടെ കേറും. അയ്യോ, അത് പറ്റൂല. അടുത്ത ബന്ധുക്കളെ ഓപ്പറേഷൻ സമയത്ത് കേറ്റൂല. അമ്പാനെങ്കിലും കേറ്റിയേ പറ്റൂ. Line ഉണ്ടോ? ഉണ്ട്, ദുഷ്യണ്ണൻ. എനിക്ക് 2 ലൈനും, അനസൂയെ പ്രിയമ്പതയും. ആരെങ്കിലും ഈ മാക്കാനെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തുമോ? വാ, നമുക്ക് അവിടെ പോയി നിൽക്കാം. നോക്കും പറഞ്ഞോണ, ഉണ്ടയിൽ തട്ടിയിട്ടില്ല. ശുശ്രു, സൂക്ഷിച്ചു നോക്കൂ. ഉണ്ട എല്ലിൽ തട്ടി തെറിച്ചിരിക്കുകയാണ്. ഒരു ഫ്രാക്ചർ ഞാൻ സംശയിക്കുന്നുണ്ട്. എനിക്കും സംശയമുണ്ട്. ഒന്ന് വേഗം ചെയ്യൂ, എനിക്ക് വീട്ടിൽ പോണം. വരൂ, നമുക്ക് വാഷ് ചെയ്യാം. ഒരു ചരട് തരൂ. What ചരട്? അയ്യോ, ഒന്നും ചോദിച്ചില്ലേ? ഒരു ചരടുണ്ടോ നിങ്ങള്? ചേട്ടാ, ഇത് ഓറ്റിയാണ്, ഇവിടെ ചരടൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ.
സിസ്റ്ററെ ആ ചരട് തരൂ. ഇത് ചരടല്ല, ഫ്യൂച്ചറാണ്. Sterile. Don't touch. സാറേ ഒരു ചരടുണ്ടോ? എന്റെ അരഞ്ഞാണം ഉണ്ട്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഊരിത്തരാം. സ്റ്റെറൈൽ, ഡോണ്ട് ടച്ച്. ആരടാ ഇവൻ? വേഗം ചെയ്യൂ, എനിക്ക് വീട്ടിൽ പോണം. ഉണ്ട കാണുന്നില്ലല്ലോ. പക്ഷേ ശുശ്രു ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നില്ല. നിന്റെ സംശയമൊക്കെ തീർന്ന? What are you two talking about? എനിക്ക് വീട്ടിൽ പോണം. ആക്ച്വലി മാഡം, നമ്മൾ തപ്പിട്ട് കാണുന്നില്ല. ചീഫിനെ വിളിക്കാന്ന് വിചാരിച്ചു. ഉണ്ടപ്പ സാർ ഇപ്പ വരും. എന്തുവാടെ ഇത്ര നിസ്സാര കേസിനൊക്കെ എന്നെ വിളിക്കുന്നത്? ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോഴ്. വേഗം സർ, എനിക്ക് വീട്ടിൽ പോണം. എന്തുവാ പെണ്ണുമ്പിള്ള വീട്ടിൽ പോണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? വീട് അവിടെ തന്നെ കാണും. സാർ ഉണ്ട്. ഉണ്ടപ്പ സാറിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരെ കൊണ്ടും പറ്റൂല. യുദ്ധഭൂമിയിൽ എന്റെ നെഞ്ചിൽ നേരി വന്ന വെടിയുണ്ടകളുടെ മുമ്പിൽ പോലും ഞാൻ തല കുനിച്ചിട്ടില്ല. പക്ഷേ ഈ ഉണ്ടയുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. പുസുകു സാറ് യുദ്ധഭൂമിയിൽ തല കുനിച്ചില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോ ആ ഉണ്ട സാറിന്റെ നെഞ്ചിൽ കയറിയോ? ഏതാടോ ഈ പൊട്ടൻ? അത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ലേ. സാറന്മാരെ, ഉണ്ട കിട്ടി. ഒരു ചരടിൽ കോർത്ത് അവന്റെ കഴുത്തിൽ കിടക്കുന്നു. അമ്പടാ, ഇതിനാണല്ലേ നീ ചരടും ചോദിച്ചു നടന്നത്? അതിന് ഞാൻ അറിഞ്ഞത് ഉണ്ടാണെന്ന്. ഷൗക്കന്റെ കാല് പൊതിഞ്ഞ് പഞ്ഞി വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോ കിട്ടിയതാ. അതിരിക്കട്ടെ, നിനക്ക് ഈ ചരട് എവിടുന്ന് കിട്ടി? ആരെങ്കിലും ഒരു പാന്റോ വള്ളിയോ തായോ, എന്നിട്ടേ ലൈറ്റ് ഇടാവോളെ. നമ്മൾ ഇത്രയും ഹാസ്യപരമായ രീതിയിൽ നമ്മുടെ ഫാക്കൽറ്റീസിനെയും കോളേജിലെ സ്റ്റാഫിനെയൊക്കെയാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു വളരെ വൈകിയ സമയത്ത് പോലും ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട്. സോ നമ്മൾ അടുത്തത് സെക്കൻഡ് പ്രൈസ് ആൻഡ് ഫസ്റ്റ് പ്രൈസ്. നമുക്ക് മനോജ് സാർ പറയുന്നത് സെക്കൻഡ് പ്രൈസ് മാത്രം മതിയാണ്. വരുന്ന കാലമായതുകൊണ്ടാണ്. സോ എനിക്ക് തോന്നുന്നു സെക്കൻഡും ഫസ്റ്റും നമുക്ക് ചെയ്യാം. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാനെയും നമ്മളുടെ മാനേജിംഗ് ഡയറക്ടർ ജി ഹോസ്പിറ്റൽ ഷീജ മാഡത്തിനെയും വേദിയിലോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഒന്ന് നല്ലതുപോലെ കലക്കിയിട്ട് സെക്കൻഡ് പ്രൈസ് ആണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് പ്രൈസ് LED TV ആണ്. അതിലെ ആദ്യത്തെ വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ജിതോഷ് അടിച്ചോണ്ട് പോയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ശകുന്തള കുമാരി SGMC ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ശകുന്തള കുമാരി ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റ്, എംപ്ലോയി കോഡ് 205. ശകുന്തള കുമാരി, യെസ്, ശകുന്തള കുമാരി ഉണ്ട്. സോ LED TV. വീട്ടിലെ ഈ ഒരു ടിവിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ടി വി അത്യാവശ്യമില്ലായിരുന്നു വീട്ടില്. യെസ്,
നല്ല കയ്യടി കൊടുത്ത, നല്ല കയ്യടി. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സോ രണ്ടാമത്തെ LED TV ആർക്കാണെന്ന് നോക്കാം. മോള് വാ. നോക്കാതെ കണ്ണടച്ചോണ്ടിട്, കണ്ണടച്ചോണ്ടിട്. യെസ്, ശശികല ആർ, PCA റേഡിയോളജി, എംപ്ലോയി കോഡ് PCA മീൻസ് GG ഹോസ്പിറ്റൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, എംപ്ലോയി കോഡ് PCA. ശശികല ആർ. ശശികല GG ഹോസ്പിറ്റൽ ശശികല. എണ്ണി തുടങ്ങട്ടോ. 1 2 3 4 5 6 7 8. ശശികല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. 9 10. സോ ഈ മിസ് ചെയ്ത എമൗണ്ട് 30,000 rupees ആണ്. 30,000 rupees. സോറി, നമ്മള് ഇത് മേടിച്ച LED TV മേടിച്ച മനു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു 42,000 രൂപയ്ക്കാണ് മേടിച്ചു തന്നു. സോ ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് ടു 42,000. സോ നമുക്ക് അടുത്തെടുക്കാം. എടുത്തോ, മോളെ തന്നെ എടുത്തോ. OBG OP ആണ്, നഴ്സിംഗ് സ്റ്റാഫാണ്. നഴ്സിംഗ് സ്റ്റാഫ്, എംപ്ലോയി കോഡ് നമ്പർ 7707, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അരുണിമയാണ് ആള്. അരുണിമ അനി OBG ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ്, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. അനക്കം ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കിയേ, ഉണ്ടെങ്കിലൊന്ന്. സോ അരുണിമയും ഇല്ലെന്നാണ് തോന്നുന്നത്. അനന്തർ 42,000 രൂപയുടെ LED TVയുടെ രണ്ടാമത് അർഹയായ കക്ഷി നമ്മൾ കൗണ്ട് 1 2 3 4 5 6 7 8. അരുണിമ 9 10. So ശില്പ SS മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. ശില്പയുണ്ട്, ഇതോ വരുന്ന ശില്പ. അപ്പോഴേ എഴുന്നേറ്റ് കഴിഞ്ഞു. 5709, എംപ്ലോയി കോഡ് ശില്പ. ഒരു സെക്കൻഡ്, ശില്പയുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു മാനസിക അവസ്ഥ ഒന്ന് പറയാം. വീട്ടിലെ TV കംപ്ലൈന്റ് ആയിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നത് ഇത് എനിക്കായിരിക്കും എന്ന് പറഞ്ഞു. വീട്ടിലെ TV കംപ്ലൈന്റ് ആയിരുന്നു, ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു TV എനിക്കായിരിക്കുമെന്ന്. സോ കൺഗ്രാറ്റുലേഷൻ ശില്പ.
അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കിട്ടുന്നതാണ് ഫൗണ്ടേഴ്സ് ഡേ. സോ വി ആർ മൂവിങ് ടുവേഴ്സ് ദ ഫൈനൽ വൺ. 1.5 ലക്ഷത്തിന്റെ ഗോൾഡ്, 1.5 ലക്ഷത്തിന്റെ സ്വർണം. ഇതിൽ രണ്ടാമത് ചാൻസ് കിട്ടുന്ന ഒരാളിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം എടുക്കുന്ന ടിക്കറ്റ് ഇല്ല, അവരെ നമ്മൾ 1, 2, 3 വിളിച്ച് കളയുകയാണെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. So the final one, നമ്മളുടെ വിദ്യുത്. ഒന്നുകൂടി കലക്കിയിട്ട് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയെ തിരഞ്ഞെടുക്കുക. സോ ഇത് തുറന്നു നോക്കുന്നതും അനൗൺസ് ചെയ്യുന്നതും മനോജ് സാറാണ്. സോ ഇത് ഫാർമസി സ്റ്റോറാണ്. SGMC ആറ്റിങ്ങൽ. എംപ്ലോയി കോഡ് 3211. പേര് കുമാർ വി അശ്വതി. So Ashwadi V Kumar 1.5 lakhs worth gold. അശ്വതി എന്താണ് അശ്വതിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? സോ അശ്വതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. താങ്ക് യു ഓൾ. അശ്വതിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തത്, നല്ലൊരു കൈയ്യടി കൊടുക്കുക. സോ ഇതിലൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷവും ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയത് ആറ്റിങ്ങലായിരുന്നു. അതും മൊബൈൽ ഐഫോൺ കൊണ്ടുപോയതും ആറ്റിങ്ങലായിരുന്നു. അപ്പോൾ ആറ്റിങ്ങലിൻ്റെ ഒരു സ്ഥിരം ശീലമാക്കി വെച്ചേക്കാണ് ഫസ്റ്റ് പ്രൈസ്. സോ കൺഗ്രാജുലേഷൻ അശ്വതി ആൻഡ് ഓൾ വിന്നേഴ്സ് ഓഫ് ദിസ് ലക്കി കോമ്പറ്റീഷൻ. അപ്പൊ ഇതേ എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് ബാക്കി പരിപാടിയിൽ പോയാലോ അല്ലേ? അപ്പോൾ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് സ്പൂഫ് ഡ്രാമ ആണ്. നമ്മളിതൊരു ഡാൻസ് കണ്ടു, ഡ്രാമ കണ്ടു, സ്പൂഫ് കണ്ടു. ബട്ട് 3-in-1 പാക്കേജ് ആയിട്ട് ഒറ്റ കോമ്പിനേഷനിൽ വരുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കില്ലേ? സോ ലെറ്റ്സ് വെൽക്കം ദ എഞ്ചിനീയറിംഗ് ബോയ്സ് ഫ്രം GG ഫോർ ദിസ് സിനിമാറ്റിക് സ്പൂഫ് ഡാൻസ് വിത്ത് ഡ്രാമ. Let's give a huge round of applause. എന്നാ സാറേ മനസ്സിലായോ? അല്ല പുണ പാട്ടാ പോടുറാ. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾവാഴ്ത്ത്. സ്നേഹം വന്നാൽ മധുരത്തേന് തീഞ്ഞായി തൂവും വന്ദിച്ചാറ്, കോപം കൊണ്ടാൽ നഗമേനൊന്നാൽ വേറാരും വേണ്ടി നിന്നില്ലെന്നാറ്. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ആഹാർമാദം
ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പേടിക്കണ്ട, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് നടക്കാനിറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ? ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ. ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. പ്ലീസ് അതിക്ക് തന്നേര്. എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഷളൈ. എടാ മോനെ, എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? वॉल्यूम थोड़ा बढ़ाओ, हाथों का यो बनाओ, बस ट्रिप करते जाओ, बस ट्रिप करते जाओ. ओम जिमाम बिंग बिंग बो, तुम सस्ते न से तार चिपक गई छाती से. ओम जिमाम बिंग बिंग बो, तुम सस्ते न से तार है ढीली. कौन कसे 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 कौन कसे. ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो. तुम सस्ते न से लूप में ट्यून बजा के थोड़ा हिट होने दो. तुम सस्ते न से दुनिया दी परवाह कदे नहीं करीदा, खुश होके जीना ना कि सड़ मरीदा. എന്തായിരുന്നു ഒരു ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ, മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങളും. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబనోళ్ళు లేరు మేస్తిరి. కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు
ಜಾತಿ ನಟ್ಟ ಮನದ ವ್ಯಕ್ತಿ ಆ ಕುರ್ಚಿನ ಮಾಡ್ಸಬೇಕಿತ್ತು அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா சிவலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே பங்கு சேஞ்ச் த சாங் செந்தூரம் சும்மாதே என்னாலும் கண்டோரா சூடன்மாரா கொலவெறியுள்ளோரா இல்லேலும் கையூக்கின் தன்னேடம் கண்டோடா പടിയില്ലാത്തോരാ ഉടനടിയെത്തോരാ കരാവക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേറ്റും നോക്കായിടം വരം ഈ ഒരു ഗതിയാന്നു മൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം ഇടഞ്ഞൊടുക്കെ ഇരുന്നേക്കാരുടെ വിധിയാ എക്സ്ക്യൂസ് മീ, എന്റെ മുഴുവൻ സമ്പാദ്യം അടങ്ങുന്ന പെട്ടിയാണിത്. ഇതൊന്ന് തുറന്നു തരാം. ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നിൻ കിണക്കളെല്ലാം ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നിൻ കിണക്കളെല്ലാം ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും വഴിയിൽ ചെക്കയുണരും പാലു വിറയും പക്ഷി പറയും ഭൂമിയിനി ഞാൻ മുടി കൊടുക്കുമെന്നൊരു മറന്നു ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ പല ഹിറ്റ് മൂവീസിലെയും നല്ല ഐക്കോണിക് ഹിറ്റ് സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്ത ഒരു കിടിലം പെർഫോമൻസ് ആണ് നമ്മുടെ GG ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ബോയ്സ് കാഴ്ചവെച്ച് നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക്. Indeed an electrifying performance from the GG Engineering Boys. അടുത്തതായി സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ ഗോകുലം ഒരിക്കലും പിന്നിലല്ല. അച്ചീവ്മെൻറ്റ്സ് നമ്മൾ കിട്ടിയിട്ടുള്ള എണ്ണും കണക്കൊന്നുമില്ല. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നാലും സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നാലും. ഇനി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. നമ്മുടെ മനോഹൻ സാർ എത്രത്തോളം നമ്മുടെ സ്പോർട്സിനെ സ്റ്റാഫിൻ്റെ ഇടയിലായാലും സ്റ്റുഡൻസിൻ്റെ ഇടയിലും എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ പ്രസൻറ്റേഷനിലേക്ക്.
ചാച്ചിയുടെ മേൽ പതിഞ്ഞു. അവർ KGF കൈയടക്കാൻ കാത്തിരിക്കുകയും അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹിയർ ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGFനെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. ஜெயிச்சிருவேன் சாமி, ஜெயிச்சிருடா, உன்னை நம்பி இருக்கோண்டா, ஜெயிச்சிருடா. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. என் கொடி பறக்க வேண்டிய இடத்துல வேற எவன் கொடிடா பறக்கும்? கொஞ்சம் அங்கே பாரு கண்ணா. ക്രിക്കറ്റ് ടീമിനും ഗോകുലം സ്പോർട്സ് ടീമിനും ഒരു കൈയ്യടി കൊടുക്കണ്ടേ? ഇവിടെ നമ്മുടെ ഗോകുലം സ്പോർട്സ് ടീം നല്ലൊരു പവർ കാണിക്കാം. നമ്മുടെ മനോജൻ സാർ ഇത്രയും നല്ല ക്രിക്കറ്റർ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അതെ, നമ്മുടെ മനോജൻ സാർ നമുക്കൊരു പ്രത്യേക കയ്യടി കൊടുക്കാം. നമുക്ക് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ഒക്കെ ചെയ്തതാണ്. സാറിൻ്റെ ഇൻസ്പിറേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഇത്രയധികം സ്പോർട്സ് ആൻഡ് ഡെവലപ്മെന്റ് കോളേജിൽ സ്റ്റുഡൻസിനായാലും ഫാക്കൽറ്റീസിനും ഒരിക്കലും നടക്കില്ലായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രോഗ്രാം. യെസ്, വി ഹാവ് ഒരു എക്കാലത്തെയും ഒരു ഗായകനാണ് നമ്മുടെ ഗോകുലം ഫാമിലിയിലെ നമ്മുടെ സ്വന്തം സതീഷ് സാർ. ലെറ്റ് മീ വെൽക്കം ഡോക്ടർ സതീഷ് സാർ. മറന്നു
അതിനായിട്ട് let me invite Mr. Mujit Kumar, Sultana and Shiva Nandana from the paramedical department. Let's give it up for them. ചിരി പോലെ മിന്നി വഴി നീളേ പിന്നിലണയവയുടെ മൃദു പദചലനവും ഒരു ശ്രുതി അത് നിറയുകയോ അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ
മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. உனக்குள்ள தங்க வச்ச புது அழகெல்லாம் உனக்குள்ள தங்க வச்ச அடி அதுக்குள்ள என்ன நீ எங்க வச்ச ராசா 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 மன்மத ராசா லேசா 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 ஆகுது லேசா അവന്മാർക്ക് ചേഞ്ച് വേണത്രേ. ಅಸುರ ನಿರಾವಣ ಹರಿಸ ಕೂಟ ಮತ್ತು ವನ್ನ ರಾಕ್ಷಸರಾಡ ಪತ್ತದಲ್ಲ ವೀರ್ಯ ಕೊತ್ತ ನಾಡಿ ಶೌರ್ಯ ಮುಟ್ಟುಮಾಡ ಕಾತ್ತೊರು ವೀರ செந்தூரம் சும்மாதே பெண்ணாலே பெண்ணாலே நீ தக்கர செகந்தோ பெண்ணாலே பெண்ணாலே நீ பயம் தக்கர செகந்தோ എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, అనుభవిക്കാൻ వేణం పూల్లి. రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి కుర్చీని మార్చబెట్టి நீ ஒன்னும் கவலைப்படாத. നമുക്കത് ഒരു ഡുവറ്റ് പെർഫോമൻസ് ആ ഒരു കപ്പിളിൻ്റെ ഡുവറ്റ് സോങ് ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ ജി ജി ഹോസ്പിറ്റലിലെ ENT ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ കല്യാണി വിത്ത് ഹർ ഹസ്ബൻഡ് മിസ്റ്റർ നന്ദഗോപാലിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദ കപ്പിൾ. വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ വിലോലമാ പൂമഞ്ഞിൻ തലോടലാൽ പാടാൻ വായേതോ പ്രിയഗീതം
കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ കവർന്നു നീ ഇന്നലെ. ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എന്റെ മനസ്സിലലിഞ്ഞൊരുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ. മഞ്ഞിതൾ മൂടുമൊരോർമകളിൽ ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാം. തെല്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ. എന്റെ കിന കുളിരമ്പിളിയെ എന്നെയുണർത്തും പുണ്യലതേ. തങ്കവിരൽ തൊടുമാ നിമിഷം താനെയുണർത്തും തമ്പുരുവേ. വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ. വിലോലമാം പൂമഞ്ഞിൻ തലോടലാൽ പാടാൻ വായേതോ പ്രിയഗീതം. വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ. തെല്ലലിയും ചന്ദനമോ തൂവലിൽ. താങ്ക് യു. Oh, thank you for that beautiful song. Their romance is reflected in that song. Ladies and gentlemen, up next we have a fusion dance number from Sri Gokulam Medical College by Dr. Danya and team. Let us welcome them onto the stage with a good round of applause, please. Deva Shri Ganesha, 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 Deva Shri Ganesha. ज्वाला सी चलती है आंखों में जिसके भी दिल में तेरा नाम है. परवाह ही क्या उसका आरंभ कैसा है और कैसा परिणाम है. धरती अंबर सितारे उसकी नजरें उतारे. डर भी उससे डरा रहे जिसकी रखवाली यारे. करता साया तेरा देवा श्री गणेशा, 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 देवा श्री गणेशा. गणपति बप्पा
समाधि प्रेम भंग अंग अंग फिर मन में दंग और अंग अंग में संग संग और गंजी गंजी क्यों मुंदरी में थोड़ी जिंदी क्यों गंगड़ी वरन चंदरी वावे अंग नक सगदी याडुं गंगनी लावे होवे गंजी गंजी क्यों मुंदरी में थोड़ी जिंदी क्यों गंगड़ी वरन चंदरी वावे अंग नक सगदी याडुं गंगनी लावे योगी बरस बरस काली घटा बरसे हम यार भीग जाएं बजने ते धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फाट लावली अरे बजने ते धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो जो फाट लावली बजने ते धड़क धड़क ढोल ताश धड़क धड़क भंडारा झिड़क झिड़क मल्हारी खड़क धड़क भड़क साली चटक मटक फटक साली दुश्मन की देखो
നമ്മുടെ മനോജ് സാർ എത്രയും നല്ല ഇലക്ട്രിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതേ കണക്കൊരു പെർഫോമൻസ്. സാർ നമ്മളെ വൈസ് ചെയർമാൻ മാഡം പ്ലീസ് അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ, മനോജ് സാറിൻ്റെ ഒരു കമൻറ്റ്. Dr. Jarlin, Dr. Danya, Dr. Shabazz and team, fantastic. Dr. ബെന്നി പറഞ്ഞതുപോലെ ഇലക്ട്രിഫയിങ് ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇത്ര നല്ല ഒരു ട്രീറ്റ് സമ്മാനിച്ച ഇവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് തന്നെയാണ് പ്രൊഫഷണലിസം ടു ദ കോർ എന്ന് പറയുന്നത്. വണ്ടർഫുൾ, ഈക്വലി ഗുഡ്. ഇൻഫാക്ട് എനിക്കിപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് ഇപ്പോൾ ഇവരിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഫെൻറ്റാസ്റ്റിക്. ആൻഡ് നമ്മളൊരു ഫോട്ടോ എടുക്കാം. സാറ് യഥാർത്ഥത്തിൽ മനോജ് സാർ ഭയങ്കര ഒരു യഥാർത്ഥത്തിൽ സാറിൻ്റെ ഡാൻസിങ് പെർഫോമൻസ് പണ്ട് സാറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ കെടു പെർഫോമറായിരുന്നു. യെസ്, ഷബാസ്. ജാലൻ ആൻഡ് ടീം, റിയലി വണ്ടർഫുൾ. സാറ് ആക്ച്വലി മനോജ് സാറേ, സാറിൻ്റെ ബ്രേക്ക് ഡാൻസിൻ്റെ സാറിൻ്റെ പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? സാറ് പണ്ട് ഭയങ്കര ബ്രേക്ക് ഡാൻസറായിരുന്നു. ഒരു സ്റ്റെപ്പ് കളിച്ചേ പറ്റും. അല്ലല്ല, ഡാൻസൊക്കെ മറന്നു. ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. കോളേജ് ഡേയിൽ ഞാനില്ലാത്തൊരു പ്രോഗ്രാം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഏകദേശം 20-30 വർഷമായി തോന്നുന്നു. സാറ് പണ്ട് ഭയങ്കര നല്ല ബ്രേക്ക് ഡാൻസറായിരുന്നു. സാറിൻ്റെ ഒരു ബ്രേക്ക് ഡാൻസ് പ്ലീസ്. ഒരു സ്റ്റെപ്പ് കളിച്ചേ പറ്റൂ. നോ പറ്റൂ സാറ്. യെസ്, This evening is making the most impossible possible. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോജൻ സാറിന്റെ ഡാൻസ് വരെ കാണാൻ സാധിച്ചു. നല്ലൊരു കൈ